സയൻസ്. ഇന്ന് പള്ളിയില് പതിവില്ലാതെ തിരക്കുണ്ടായിരുന്നല്ലേ? ശരിയാ, എനിക്കും അങ്ങനെ തോന്നി. അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശരിയാ, ഇന്ന് ഒത്തിരി അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്താന്നറിയില്ല, എനിക്ക് ഏറ്റവും പുറകിൽ നിൽക്കാനേ സാധിച്ചുള്ളൂ. ഓ, അത് കാര്യം വേറൊന്നുമല്ല ആദം, നീ താമസിച്ചു വന്നതുകൊണ്ടാ. അതും ശരിയാ, ചിലപ്പോൾ അതായിരിക്കും കാരണം. ചിലപ്പോൾ അല്ല, കാരണം ഇത് തന്നെയാ. ഞാനിന്ന് ഏകദേശം 2 മണിക്കൂർ പള്ളിയിൽ സ്പെൻഡ് ചെയ്തു. ഞാനും അത്രയും തന്നെ കാണും. എനിക്കതങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. നീയും അത്രയും തന്നെ വരും പ്രിൻസേ. ആണല്ലേ? അപ്പോൾ ഞാനോ? നീ മിണ്ടരുത്. അതിനിടെ വേറൊരു രസം നടന്നു. എന്ത്? കുറെ അധികം സമയം നേരത്തെ ഇരുന്നിട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അതാ നമ്മുടെ ഫെലിക്സ് നടന്നു വരുന്നു. എന്നിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അപ്പോൾ എന്താ കണ്ടത്? അവൻ ദേ തിരിഞ്ഞു നടന്നു പോകുന്നു. അത്ര പെട്ടെന്നോ? അതെ പ്രിൻസേ, ഞാൻ അതിശയിച്ചു പോയി. 2 മിനിറ്റ് പ്രാർത്ഥനയോ? ആശ്വാസം. അപ്പോൾ തമ്മിൽ ഭേദം ഞാൻ തന്നെ. എനിക്ക് തോന്നുന്നു അവൻ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണെന്ന്. ഏതായാലും കൊള്ളാം. 2 മിനിറ്റ് പ്രാർത്ഥനയെ പറ്റി ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. തോമസ് ഇപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും. മോനെ ഫെലിക്സേ. ഹായ് ഗ്രാൻഡ്പാ. മോൻ എങ്ങോട്ടേക്കാ? ഞാൻ ടൗണിന് സമീപത്തുള്ള ഒരിടത്തേക്കാ ഗ്രാൻഡ്പാ. മോൻ വാ, അടുത്ത ജംഗ്ഷനിൽ ഗ്രാൻഡ്പാ ഡ്രോപ്പ് ചെയ്യാം. അത് സാരമില്ല ഗ്രാൻഡ്പാ, ഞാൻ നടന്നോളാം. അതെന്താ, മോന് ഗ്രാൻഡ്പയുടെ ഡ്രൈവിംഗിൽ വിശ്വാസമില്ലേ? ഏയ് അതല്ല ഗ്രാൻഡ്പാ, പോകുന്ന വഴി എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. ഓ, അതാണോ കാര്യം? അതെ ഗ്രാൻഡ്പാ. എങ്കിൽ ഗ്രാൻഡ്പ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഗ്രാൻഡ്പാ, എന്നാൽ കാണാം. ഫ്രണ്ട്സിനെ തിരക്കിയതായി പറയണേ. ആയിക്കോട്ടെ മോനെ. തോമസ് വന്നില്ലല്ലോ, അതെന്തു പറ്റി? സാധാരണ ഞാൻ അല്പം താമസിച്ചാലും തോമസ് ഷാർപ്പ് ടൈം ആയിരുന്നല്ലോ. അച്ചായോ? ആഹാ, തോമസ് വന്നായിരുന്നോ? ഇവിടെ കാണാത്തപ്പോൾ ഞാൻ ഓർത്തു. ഞാൻ ആ പത്രമൊക്കെ ഒന്ന് അടുക്കി വെക്കുകയായിരുന്നു അച്ചായ. ആയിരുന്നോ? അച്ചായനെന്ത് പറ്റി? അല്പം താമസിച്ചല്ലോ. ഒന്നും പറയണ്ട തോമസേ, ഇറങ്ങിയത് തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫെലിക്സിനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അല്പം സംസാരിച്ച് നിൽക്കുകയും ചെയ്തു.
ആ നമ്മുടെ പ്രിൻസിന്റെ സുഹൃത്ത് അല്ലേ? അതെ തോമസേ. അച്ചായ, ഇന്ന് പുറത്ത് പതിവില്ലാത്ത ചൂടുണ്ട്. നമുക്കെന്നാൽ അകത്തോട്ടിരുന്നാലോ? ആ, ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ കാണുള്ളൂ എന്ന്. എന്നാ വാ ചായ, അകത്തേക്ക് ഇരിക്കാം. ഓ ശരി. മോളെ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ അമ്മച്ചി. എന്നാ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിടം വരെ ഒന്ന് പോയാലോ? ഞാനത് മറന്നല്ലോ അമ്മച്ചി. എവിടെയാ നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തത്? മോളെ, ആ ഓർഫനേജിന്റെ ഭാഗമായുള്ള തയ്യൽ യൂണിറ്റില് ഒരു ദിവസം പോകണമെന്ന് ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി അമ്മച്ചി. നമുക്കെന്നാ ഇപ്പൊ തന്നെ പോയാലോ? ഞാൻ ഫ്രീയാ. ആ ശരി. പ്രിൻസ് മോൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. വരുമ്പോ അന്വേഷിക്കുമല്ലോ അമ്മച്ചി. ഇന്നലെ ഞാൻ മോനോടൊന്ന് ചെറുതായി സൂചിപ്പിച്ചിരുന്നു നമ്മുടെ യാത്രയെ പറ്റി. എങ്കി സാരമില്ല അമ്മച്ചി, നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങാം. ശരി മോളെ. ഗ്രാൻഡ്പാ, ആ, ട്യൂഷനൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ഗ്രാൻഡ്പാ. അപ്പോൾ ഇനി എന്താ പരിപാടി? കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും ഗാർഡനിൽ ഒത്തുകൂടും. അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകണം. ശരി ശരി. ഗ്രാൻഡ്പാ, ഗ്രാൻഡ്മയും മമ്മിയും എന്തിയെ? രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. മോനോട് അവരൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല ഗ്രാൻഡ്പാ, എന്നോടൊന്നും പറഞ്ഞില്ല. ആണോ? എന്നാൽ അവർ രണ്ടുപേരും കൂടി ടൗണിനടുത്ത് അനാഥാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു തയ്യൽ പ്രസ്ഥാനമുണ്ട്, അവിടെ വരെ ഒന്ന് പോയിരിക്കുകയാണ്. അയ്യോ ഗ്രാൻഡ്പാ, ഇക്കാര്യം ഇന്നലെ ഗ്രാൻഡ്മ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഞാനാ മറന്നുപോയത്. സാരമില്ല. പിന്നെ മോനുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ശരി ഗ്രാൻഡ്പാ. ഇങ്ങോട്ട് വരുന്ന വഴി പ്രിൻസിന്റെ മമ്മിയെയും ഗ്രാൻഡ്മയെയും കണ്ടു. അവർ ടൗണിലേക്ക് പോവുകയായിരുന്നു സ്റ്റെഫി. എന്റെയും വലിയൊരു ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ടൗണിൽ കൂടെ ഒന്ന് ചുറ്റി നടക്കണമെന്ന്. അതിന് നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയല്ലേ? ആര് പറഞ്ഞു എനിക്ക് പേടിയാണെന്ന്? എന്റെ വീട്ടുകാർക്കാണ് പേടി. എന്തിന്? എന്നെ എങ്ങാനും കാണാതെ പോയാലോ എന്നോർത്ത്. പിന്നെ ഹിമക്കരടി പോലുള്ള നിന്നെ കാണാതെ പോകുമെന്നോ? അതല്ല, തട്ടിക്കൊണ്ടു പോയാലോന്ന്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം. എനിക്കുറപ്പാ അവരിവനെ സാഷ്ടാംഗം പ്രണമിച്ച് തിരികെ വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ ഇന്ന് ടൗണിൽ പോകുന്നില്ല. എന്താ പോരെ? ഓ ധാരാളം. മമ്മി എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ എത്തിയിട്ട് അധിക സമയം ആയില്ല മോനെ. ഗാർഡനിൽ എല്ലാവരും ഉണ്ടായിരുന്നോ?
എല്ലാവരും എത്തിയായിരുന്നു മമ്മി. നിങ്ങളുടെ സുഹൃത്ത് ഫെലിക്സിനെ ഇന്ന് കണ്ടിരുന്നു. എവിടെ വെച്ചാണ് മമ്മി? ഞങ്ങൾ അന്ന് പോയ ആ തയ്യൽ യൂണിറ്റിൽ വെച്ച്. ആ അനാഥാലയത്തിന്റെ കീഴിലുള്ള? അതെ മോനെ. അല്ല, ഫെലിക്സിന് എന്താ അവിടെ കാര്യം? അവിടെ ചെന്നപ്പോഴല്ലേ മോനെ കാര്യങ്ങൾ മനസ്സിലായത്. ഫെലിക്സ് ആണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. ആ അനാഥാലയത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയ അവൻ. അവനോ? അവൻ പറയുന്നത് ആരോരുമില്ലാത്ത അവർക്ക് കർത്താവ് തന്ന ഒരു സമ്മാനമാണ് ഫെലിക്സ് എന്നാ. നമ്മുടെ ഫെലിക്സിനെ പറ്റി തന്നെയാണോ മമ്മി പറയുന്നത്? അതെ മോനെ. ഹലോ അച്ചായ, ഇത് ഞാനാ. ആ പറയൂ തോമസേ. അച്ചായ, അച്ചായൻ ഇന്നലെ പറഞ്ഞ ആ പയ്യനെ ഞാൻ കണ്ടു. അതാര്? അച്ചായൻ ഇന്നലെ ലൈബ്രറിയിലേക്ക് വരുന്ന വഴി കണ്ടു എന്ന് പറഞ്ഞ ആ പയ്യൻ. ആ ഫെലിക്സോ? ആ അവൻ തന്നെ. തോമസ് അവനെ എവിടെ വെച്ചാണ് കണ്ടത്? ഞാൻ നമ്മുടെ ലൈബ്രറിയുടെ വക സംഭാവന കൊടുക്കാൻ ഇന്ന് അനാഥാലയത്തിൽ പോയിരുന്നു. ആ എന്നിട്ട്? അപ്പോൾ ദേ ഈ ഫെലിക്സ് അവിടെ നിന്ന് അവരെ സഹായിക്കുന്നു. ഞാൻ 1-2 പേരോട് അപ്പൊ അവനെ പറ്റി ഒന്ന് തിരക്കി. ആ എന്നിട്ടോ? എന്റെ അച്ചായ കണ്ണു നിറഞ്ഞുപോയി. അവർക്കൊക്കെ അവനെ എന്തൊരു കാര്യമായിരുന്നോ. അവൻ അത്ര ഉപകാരിയായിരുന്നു അവർക്ക്. അതെ അച്ചായ. ഞാൻ എന്നാലേ വൈകുന്നേരം വായനശാലയിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി അച്ചായ. ഷെടാ, ഞാൻ എടുത്തോളാം ഗ്രാൻഡ്പാ. ഹലോ, ഞാനാ പ്രിൻസേ. ആ പറയൂ സ്റ്റെഫി. പ്രിൻസേ, ചെറിയൊരു മത്സരത്തിനുള്ള പ്ലാനിംഗ് നടക്കുന്നുണ്ട്. മത്സരമോ? എന്തു മത്സരം? സംഭവം രഹസ്യ. ആദത്തിന്റെയും റോമിക്സിന്റെയും സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. എന്താ സ്റ്റെഫി കാര്യം? കഴിഞ്ഞ ദിവസം നമ്മൾ ഫെലിക്സിനെ പള്ളിയിൽ കുറച്ചു നേരമേ പ്രാർത്ഥിച്ചുള്ളൂ എന്ന പേരിൽ കളിയാക്കിയില്ലേ? അതിന്റെ ചുവട് പിടിച്ച മത്സരം. അടുത്ത ദിവസം പള്ളിയില് ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ് എന്നതാണ് മത്സരം. അതെന്തു മത്സരം? ഏതായാലും ഞാൻ ഈ വിവരം പ്രിൻസിനോട് പറഞ്ഞെന്ന് അവരറിയണ്ട കേട്ടോ. ഇല്ല സ്റ്റെഫി. എങ്കിൽ ശരി പ്രിൻസേ, കാണാം. ഓക്കെ സ്റ്റെഫി. ആരാ മോനെ ഫോൺ വിളിച്ചത്? എന്തോ മത്സരത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. സ്റ്റെഫി ആയിരുന്നു ഗ്രാൻഡ്പാ. ആഹാ. ഏറ്റവും കൂടുതൽ സമയം പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണോ അവർ ജയിക്കുന്ന ഒരു മത്സരമാ ഗ്രാൻഡ്പാ. പ്രാർത്ഥിക്കുന്നതിന് മത്സരമോ? അതെ ഗ്രാൻഡ്പാ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫെലിക്സ് പള്ളിയിൽ വന്ന് ഒന്ന് തല കാണിച്ചിട്ട് എങ്ങോട്ടോ ഓടിപ്പോകുന്നത് കണ്ടു. ആർക്കാണ്ടോ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തോന്നി. അതിന്റെ ചുവട് പിടിച്ച ഈ മത്സരം. ആഹാ, നിങ്ങൾ ആളുകൾ കൊള്ളാമല്ലോ. ദേ ഈ കഥയൊന്ന് കേട്ടു നോക്കിക്കേ. കഥയ്ക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറയണേ. നിങ്ങളും ഈ കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു ജിം. നിത്യവൃത്തിക്കായി വളരെ അധ്വാനിച്ചാണ് ജിം തന്റെ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്.
ഈ തിരക്ക് അദ്ദേഹത്തിന്റെ ദൈവിക കാര്യങ്ങളിൽ പോലും ബാധിച്ചു. തന്മൂലം ജിമ്മിന് അധിക നേരം പള്ളിയിൽ പ്രാർത്ഥിക്കുവാനോ സമയം ചിലവഴിക്കുവാനോ സാധിച്ചില്ല. എങ്കിലും എന്നും രാവിലെ ജോലിക്കായി പോകുന്ന വഴി പള്ളിയിൽ ഒരു നിമിഷം നിൽക്കുവാൻ അയാൾ ശ്രമിച്ചിരുന്നു. എന്നിട്ട് യേശുവിനോട് അയാൾ പറയും, യേശുദേവാ, ഇതാ അങ്ങയുടെ ജിം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാത പ്രാർത്ഥന. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും അയാൾ ഇത് ആവർത്തിച്ചു. കാലങ്ങൾ ഒഴുകി നീങ്ങി. ജിം രോഗിയായി കിടപ്പിലായി. പക്ഷേ സന്തോഷം മുഖത്തു നിന്നും മാറിയില്ല. മാത്രമല്ല, അടുത്ത് കിടന്ന രോഗികളെയും അയാൾ തൻ്റെ സന്തോഷം കൊണ്ട് ആനന്ദിപ്പിച്ചു. അവരേവരും ഒരിക്കൽ ജിമ്മിനോടായി ചോദിച്ചു, എന്താണ് താങ്കളുടെ സന്തോഷത്തിന്റെ കാരണം? അപ്പോൾ ജിം പറഞ്ഞു, യേശുക്രിസ്തു തന്റെ നിത്യ സന്ദർശകനാണ്. അവിടുന്ന് എന്നും വന്ന് എന്നോട് പറയും, ജിം, ഇതാ നിന്റെ ഈശോ. സന്തോഷത്തിന്റെ കാരണം പ്രതീക്ഷിച്ചു നിന്നവർ അത് കേട്ട് അമ്പരന്നു. പ്രിൻസേ, മോന് ഈ കഥയിൽ നിന്നും എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി ഗ്രാൻഡ്പാ. എന്താണ് മോന് മനസ്സിലായത്? പ്രാർത്ഥിക്കാനെടുക്കുന്ന സമയത്തിലല്ല കാര്യം. അപ്പോൾ ഇനി ഫെലിക്സിന്റെ കാര്യത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിയാ, അവനെ അങ്ങനെ മോശമായി വിലയിരുത്തുവാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ അവനായിരിക്കും കർത്താവുമായി കൂടുതൽ അടുപ്പത്തിലുള്ളത്. അവനുമായി മാത്രമല്ല കർത്താവിനടുപ്പമുള്ളത്, മോനുമായുമുണ്ട്. മോന് കർത്താവിന്റെ അനുഗ്രഹം നന്ദിയുണ്ട്. അതാണ് ഗ്രാൻഡ്പ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ മോനത് തിരിച്ചറിയാൻ സാധിച്ചതും പശ്ചാത്തപിക്കുവാൻ തോന്നിയതും. ഇവിടെ ആരും പരാജിതരല്ല, എന്നാൽ വിജയിച്ചതോ ദൈവത്തിന്റെ മഹത്വം.